So, hello dear engineering aspirants. So, KEAM exam in the physics in the detailed analysis of item number വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കീമിലെ 72 ചോദ്യങ്ങളാണ് ഫിസിക്സിൽ നിന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒട്ടുമിക്കതും വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ബേസിക് ആയിട്ട് അതിൻ്റെ ഒരു റഫ് അനാലിസിസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കീം ഫിസിക്സ് നിങ്ങൾക്ക് NCERTയുടെ ലെവലിൽ തന്നെയാണ്. NCERTയുടെ ലെവലിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും പിന്നെ അതേപോലെ തന്നെ NCERTയിൽ സോൾവ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ടൈപ്പ് ചോദ്യങ്ങളുമാണ് കൂടുതലായിട്ട് കീം ഫിസിക്സിന് ചോദിച്ചിട്ടുള്ളത്. കീമിലെ ഫിസിക്സിൻ്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ +1ലും +2ലും ആയിട്ട് നിയർലി 28-29ഓളം ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അതിൽ കീമിലേക്ക് വരുന്ന സമയത്ത് ഒരു 17 ചാപ്റ്റർ അല്ലെങ്കിൽ 17 ടോപ്പിക്കുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ 1 by 1 ആയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. പ്രീവിയസ് ഇയറുകളിൽ വന്നിട്ടുള്ള വെയിറ്റേജുകൾ, എത്ര ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അനാലിസിസിനായിട്ട് വെക്കുന്നത്. അപ്പോൾ +1ൽ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ, പിന്നെ അതേപോലെ തന്നെ എറർ അനാലിസിസ്, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2021 ഏകദേശം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ മാത്രം 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ഇയർ മാത്രമാണ്. അതിൻ്റെ ശേഷമോ അതിൻ്റെ മുന്നെയോ വന്നിട്ടില്ല. 2022 കാര്യമായ ക്വസ്റ്റ്യൻസ് ഇല്ല. 2020 കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഓവറോൾ നോക്കുന്ന സമയത്ത് വെരി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ല യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ബട്ട് എങ്കിലും നിങ്ങൾക്ക് സ്കോറിങ് 100% വേണം എന്നുള്ള ആളുകൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ഇയറിൽ 5 എണ്ണം ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എറർ അനാലിസിസ് ആണ്. എററിൽ നിന്നും കാര്യമായിട്ടുള്ള ചോദ്യങ്ങളില്ല. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ, അതും ഏതെങ്കിലും ഇയറുകളിലായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. നമ്മളിനി അടുത്തതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന +1 ഫിസിക്സിലെ വലിയൊരു ഭാഗം മെക്കാനിക്സ് ആണ്. അപ്പോൾ മെക്കാനിക്സിന് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ലൈനുകൾ, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈന്, പ്ലെയിന്, ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പിന്നീട് നിങ്ങൾ അതിൻ്റെ ന്യൂട്ടൺസ് ലോ, ഫോഴ്സ് ഓഫ് മോഷന്, വർക്ക് എനർജി പവർ, അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടാകും. പിന്നീട് അത് റൊട്ടേഷനിലേക്ക് കയറും. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മോഷൻ ഇൻ 1 ഡയമെൻഷൻ ആൻഡ് 2 ഡയമെൻഷൻ നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മോഷൻ ഇൻ 1 ഡയമെൻഷൻ 2 ഡയമെൻഷനും 3D എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ എണ്ണം എന്ന് പറയുന്നത് 5-6 ക്വസ്റ്റ്യന് ലാസ്റ്റ് ഇയറുകളിൽ നിരന്തരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് 2022 6 ചോദ്യങ്ങളായിരുന്നു, 2021 5 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു 2020 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺ ആൻ ആവറേജ് മൊത്തം 72 ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ആ 72ൻ്റെ ഒരു 7% ഈ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വരാനിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോഴ്സ് ആൻഡ് മോഷൻ ആണ്. ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന സമയത്ത് അതിലെ നമ്മൾ പഠിക്കുന്ന ന്യൂട്ടൺസ് ലോ വന്നു. അതേപോലെ തന്നെ സെൻട്രൽ ഫോഴ്സ് മോഷനുകൾ വന്നു. ആ ടൈപ്പ് എല്ലാ ഫോഴ്സുകൾ, അതേപോലെ തന്നെ ടെൻഷൻ്റെ പ്രോബ്ലംസ്, ഈ ടൈപ്പ് പ്രോബ്ലങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഫോഴ്സ് ആൻഡ് മോഷൻ. ഈ ഗ്രാഫിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഫോഴ്സ് ആൻഡ് മോഷനിൽ നിന്നും നിയർലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2022 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2021 3 ചോദ്യങ്ങളാണ്. പക്ഷേ 2020 തൊട്ട് മുന്നത്തെ ഇയറിൽ 7 ചോദ്യങ്ങൾ വരെ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ അതിൽ സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. ബേസിക്കലി ഫോഴ്സും പിന്നെ അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ബാക്കി സംഭവങ്ങൾ, ആക്സിലറേഷൻ, പിന്നെ ടെൻഷൻ്റെ പ്രോബ്ലംസ്, പിന്നെ അതേപോലെ പുള്ളി പ്രോബ്ലംസ്, ഫ്രിക്ഷൻ്റെത്, ആ ടൈപ്പ് ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ആ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വർക്ക് എനർജി പവർ ആണ്. പക്ഷെ വർക്ക് എനർജി പവറിന്ന് കീം ഫിസിക്സിൽ, അതായത് കീമിൽ കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. 2022 1 ചോദ്യവും 2021 2 ചോദ്യവും മാത്രമാണ് വന്നത്. ബാക്കിയൊന്നും ആ ഏരിയയിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ അടുത്തത് നമ്മൾ റൊട്ടേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് റൊട്ടേഷൻ ഡൈനാമിക്സ്, ഇതിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷേ റൊട്ടേഷൻ ഡൈനാമിക്സിൽ, എക്സ്പെഷ്യലി റൊട്ടേഷൻ മോഷൻ, ആംഗുലാർ വെലോസിറ്റി, ആക്സിലറേഷൻ,
ടോർക്ക്, ആ വക കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ട് ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് 2021-ലാണ്. 2021 7 ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് മാത്രം വന്നിട്ടുണ്ട്. ബാക്കി ഇയറുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2022 2 ചോദ്യങ്ങൾ മാത്രമാണ്. പിന്നെ 2020 5 ചോദ്യങ്ങളാണ്. എനിവേ ഒരു ഓവറോൾ പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു 8% എബവ് ഈ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് വെക്ടറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. വെക്ടറിൻ്റെ സാധാരണ സിമ്പിൾ വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വളരെ റയറായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്കുള്ള ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് +1 ഫിസിക്സിൽ പഠിക്കുന്ന വലിയ ഒരു ചാപ്റ്ററാണ്, നല്ലൊരു ചാപ്റ്ററാണ്. കീമിലെ അങ്ങനെ ഡെപ്തിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ 1 or 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറുകളിൽ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5ൻ്റെ എബവ് എല്ലാ വർഷവും 6, 7 എന്നുള്ള നമ്പറിലേക്ക് എത്തിയിട്ടില്ല, 1-2 ചോദ്യങ്ങൾ. ദെൻ അടുത്തതായിട്ടാണ് ഞാൻ എൻ്റെയർ ആയിട്ട് എല്ലാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും, അതായത് ഫ്ലൂയിഡും സോളിഡും, ഇതിൽ യങ്സ് മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതേപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, പക്കാ ഫ്ലൂയിഡിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പ്രഷർ, പാസ്കൽ ലോ വക കാര്യങ്ങളൊക്കെ, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് യങ്സ് മോഡുലസ് വക കാര്യങ്ങൾ. ഇതിൽ നിന്ന് കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ആവറേജേ ഉള്ളൂ, 4-3 ക്വസ്റ്റ്യൻസ് എല്ലാ ഇയറുകളിലും വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി, നിങ്ങൾക്കറിയാം 1 ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് ഫിസിക്സിൽ. അതിൽ നിന്ന് കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 2022 7 ചോദ്യങ്ങളും 2021 6 ചോദ്യങ്ങളും 2020 6 ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല സ്കോറിംഗ് ആയിട്ടും നല്ല അധികം ഹൈലി ഇതുവരെ പ്രീവിയസ് ഇയർ അനാലിസിസിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഏരിയയാണ് തെർമോഡൈനാമിക്സ്. ഏറ്റവും കൂടുതലല്ല, പക്ഷേ 6 to 7 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഓസിലേഷൻ ആൻഡ് വേവ്സ് നോക്കാം. ഓസിലേഷൻ വേവ്സും കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നുണ്ടെങ്കിലും, പക്ഷേ ഒരു ഡീസൻറ്റ് സ്കോറിൽ 3-4 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. 2022 4 ക്വസ്റ്റ്യൻസും 2021 2 ക്വസ്റ്റ്യൻസും 2020 4 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്ര ഇമ്പോർട്ടൻസേ നിങ്ങൾ അതിൽ കൊടുക്കേണ്ടിയുള്ളൂ. ദെൻ മോഡേൺ ഫിസിക്സ് ആണ്. മോഡേൺ ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഹൈഡ്രജൻ സ്പെക്ട്രങ്ങൾ, പിന്നെ അതേപോലെ തന്നെ റിലേറ്റിവിറ്റിയുടെ ഭാഗങ്ങൾ, അങ്ങനെ ഉള്ള എല്ലാ വക കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ മോഡേൺ ഫിസിക്സ് പറയുന്നത്. അപ്പോൾ മോഡേൺ ഫിസിക്സ് എക്സ്പെഷ്യലി ആറ്റംസിൻ്റെത്, ന്യൂക്ലിയസിൻ്റെത് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. 2000 ഓൺ ആൻ ആവറേജ് 8% എബോവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് കീമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കീമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഏരിയയിലേക്ക് കിടക്കുന്നത്. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പക്കാ കൂളോംസ് ലോ ബേസ് ചെയ്തിട്ടും ഗോസസ് ലോ ബേസ് ചെയ്തിട്ടും മാത്രം ചോദ്യങ്ങൾ കണ്ടമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിയർലി നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ചോദ്യങ്ങളാണ് 2022. പിന്നെ 2021 4 ചോദ്യങ്ങളും 2020 ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ഏകദേശം 9ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീസൻറ്റ് സ്കോർ നിങ്ങൾക്ക് ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നേടിയെടുക്കാനായിട്ട് പറ്റും, കാരണം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ദെൻ ഇതിനെക്കാട്ടിലും കൂടുതലാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ 2022 8 ചോദ്യങ്ങൾ, 2021 12 ചോദ്യങ്ങളും 2020 7 ചോദ്യങ്ങളും, എന്ന് വെച്ചാൽ എബൌട്ട് 10%, നിയർലി 12% ആവറേജ് ആയിട്ട് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് ഇതിലും ചോദിച്ചിട്ടുണ്ട്. ബേസിക്കായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ അതേപോലെ തന്നെ മാഗ്നറ്റിക് ഇൻഡക്ഷന്, പിന്നെ അതേപോലെ തന്നെ EMFകളെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടലി ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മൂവിങ് ചാർജിൻ്റെ ക്വസ്റ്റ്യൻസ്, ആ ടൈപ്പ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നുള്ള ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പക്കാ സർക്യൂട്ട് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ മേ ബി കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ ആവാം, ബേബി റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ ക്രിച്ച്ഓഫ് ലോ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ടൈപ്പ് പ്രോബ്ലംസ് ആവാം. ഈ ടൈപ്പ് സർക്യൂട്ടുകൾ അപ്ലൈ ചെയ്തിട്ട് കറണ്ട്, മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, ഈ വക കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് പ്രോബ്ലംസ് ഓൺ ആൻ ആവറേജ് 3-4 ക്വസ്റ്റ്യൻസ് എല്ലാ ഇയറും ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തതാണ് ഒപ്റ്റിക്സ്, ജിയോമെട്രിക് ഒപ്റ്റിക്സ്,
പിന്നെ ഇൻ്റർഫറൻസ് ഡൈഫ്രാക്ഷൻ വരുന്നത്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്സ്, ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓവറോൾ ഒപ്റ്റിക്സ് നിന്ന് 5 ചോദ്യങ്ങൾ 2022-ലും 6 ചോദ്യങ്ങൾ 2021-ലും ബാക്കി 5 ചോദ്യങ്ങൾ 2020-ലും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൺ ആൻ ആവറേജ് 5 ക്വസ്റ്റ്യൻസ് എന്തായാലും ഒപ്റ്റിക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാന പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 ഭാഗങ്ങളിൽ നിന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. നിയർലി 5 to 6 ക്വസ്റ്റ്യൻസ് എല്ലാ ഇയറുകളിലും ഇതിൽ വന്നിട്ടുണ്ട്. 2020-ലും 2021-ലും 2022-ലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 6, 6, 3 എന്നുള്ള രൂപത്തിലാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഓവറോൾ ഫിസിക്സിൻ്റെ അനാലിസിസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ടോപ്പിക്കുകളൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇതിൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽ അനാലിസിസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടാകുന്നത് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്തുനിന്ന് കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും കീമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇൻറ്റൻസീവായിട്ട് നോക്കേണ്ടത് NCERT തന്നെയാണ്. കാരണം ഓവറോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT ഫ്രെയിംവർക്കിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. NCERT ബേസിസിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കീം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഓർത്തിരിക്കുക. എനിവേ, XYLEM KEAM ചാനലുമായിട്ട് ട്യൂൺ ചെയ്തിരിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.